സുഗമോദേവി എന്ന പരമ്പരയിൽ നടക്കുന്നത് വളരെയധികം വലിയ രൂപത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. സുഗമോദേവി പ്രേക്ഷകരെ എല്ലാവരും തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രോമോയാണ് പുറത്തു വന്നത്. ഫയൽ കാണാതായിരിക്കുന്നു. മുഖ്യമന്ത്രി ദേവികയെ ഏൽപ്പിച്ച ഫയൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫയലായിരുന്നു. അത് കാണാതായിരിക്കുകയാണ്. ഈ വിവരം ദേവിക സിദ്ധാർത്ഥിനെ അറിയിക്കുന്നുമുണ്ട്. ഇതിലെ നന്ദന്റെ പങ്ക്, നന്ദൻ ഈ ഫയൽ ഇസബെല്ലെ ഏൽപ്പിച്ചിരുന്നു. ദേവികയെ ചതിക്കാൻ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നന്ദൻ ഇമോഷണലായി പറയുന്നുണ്ടെങ്കിലും ഇസബെല്ല നന്ദനെ ഇതിലൂടെ കുടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് ഇതിനോടകം വരികയാണ്. ഫയൽ കാണാതായ വിവരം മന്ത്രി അറിയിക്കുകയും സിദ്ധാർത്ഥിനെ വിളിപ്പിക്കുകയും ചെയ്യുന്നു. ഫയൽ കണ്ടെത്തിയില്ലെങ്കിൽ ദേവികയ്ക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു സീനായിരുന്നു അത്. സിദ്ധാർത്ഥിന്റെ സംശയം ഇതിലൂടെ മുന്നോട്ട് വരികയാണ്. ഫയൽ മാറ്റിയത് നന്ദൻ തന്നെ ആയിരിക്കുമെന്ന് സിദ്ധാർത്ഥൻ ഇതിനോടകം സംശയിക്കുകയാണ്. ദേവികയെ രക്ഷിക്കാൻ വേണ്ടി നന്ദനെ കൊണ്ട് സത്യം പറയിക്കാനും സിദ്ധാർത്ഥൻ ശ്രമിക്കുന്നതും വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാനും സാധിക്കും. എന്നാൽ ഇതിലൂടെ ദേവികയുടെ ആശങ്കയും പുറത്തു വരികയാണ്. താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന പേടിയിൽ ദേവിക ചന്ദ്രമതിയോട് കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുകയും ഇതിനോടകം ചെയ്യുന്നു. ചുരുക്കത്തിൽ ദേവികയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ ഇസബെല്ല നടത്തുന്ന നീക്കങ്ങളും തന്ത്രങ്ങളും നന്ദൻ അറിയാതെ അകപ്പെടുകയാണ് ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കമായി തന്നെ പുറത്തുവിട്ട പ്രോമോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെ മുഴുവൻ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെയാണ് ഇപ്പോൾ സുഗമോദേവി എന്ന പരമ്പര മുന്നോട്ട് പോകുന്നത്. ഇതിലെ ദേവിക MLA മാനസികമായി തകർന്ന നിലയിലാണ്. സിദ്ധാർത്ഥൻ ദേവികയുടെ അമ്മായപ്പനുമാണ്. സിദ്ധാർത്ഥ, ഞാൻ ദേവികയെ വിശ്വസിച്ചാണ് ആ ഫയൽ ഏൽപ്പിച്ചത്. ഇതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ MLA ആണോ അതോ വെറും ഡമ്മിയാണോ? സിദ്ധാർത്ഥന്റെ മറുപടി, സാർ, അവൾക്കത് കൃത്യമായി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷേ എവിടേക്കോ എത്തിയപ്പോൾ അത് കാണാനായി. മന്ത്രി, എങ്കിൽ അതെന്റെ മകൻ നന്ദൻ തന്നെ എടുത്തതായിരിക്കുമെന്നും അവർ തന്നെ ഇതിനപ്പുറം ചെയ്യും എന്നും ഫയൽ കിട്ടിയില്ലെങ്കിൽ ദേവിക രാജിവെക്കേണ്ടി വരും എന്ന് ഓർത്തു എന്നും സിദ്ധാർത്ഥൻ മന്ത്രി ഇത് പറയുകയാണ്. എന്നാൽ നന്ദന്റെ മറുപടി, ഇതാ ഫയൽ. പക്ഷേ ഇസബെല്ല, എനിക്ക് ദേവികയെ ചതിക്കാൻ കഴിയില്ല എന്നും ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും അവളൊരു പാവമാണ് എന്നെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. നന്ദ, നീ പേടിക്കേണ്ട, നീ ഇതിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നും നന്ദൻ കുടുങ്ങി ഇനി അവനെ വിട്ടു പോകാൻ കഴിയില്ല എന്ന ഫയലിന്റെ പേരിൽ ദേവികയും കുടുങ്ങുമെന്നും ഇസബെല്ലയും പറയുന്നു. അച്ഛ, CM എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്, ഇതിപ്പോൾ രാജിവെക്കേണ്ടി വരുമെന്ന അവസ്ഥയായി എന്തു ചെയ്യുമെന്ന് ദേവിക ചോദിക്കുമ്പോൾ, മോളെ, നീ നിന്റെ കുടുംബം തകർക്കാൻ വന്ന ആ ഇസബെല്ലയെ കളിയായിരിക്കുമെന്നും ഇത് നന്ദൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട നല്ലതാണ് എന്നും ചന്ദ്രമതിയും പറയുന്നു. സിദ്ധാർത്ഥൻ ദേഷ്യത്തോടെ, ദേവിക, നീ പേടിക്കേണ്ട, ഇത് ചെയ്ത് നന്ദനാണെങ്കിൽ അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാമെന്നും രണ്ട് പൊട്ടിച്ചാലും വേണ്ടില്ല എന്ന തരത്തിലാണ് പറയുന്നതും. നന്ദൻ എവിടെ പോയി ആ ഫയൽ എന്ന് സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ, നിന്റെ കളി, ഈ കളി കാരണം ദേവികയുടെ ജീവിതം തകരും, സത്യം പറയുന്ന സിദ്ധാർത്ഥൻ നന്ദനോട് ചോദിക്കുകയാണ്. ചുരുക്കത്തിൽ ദേവികയെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കാൻ ഇസബെല്ല നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ ഇതിലൂടെ വളരെ വ്യക്തമായി കാണാനും സാധിക്കും. തകർക്കാൻ ഇസബെല്ല നടത്തുന്ന നീക്കങ്ങളെല്ലാം അതിൽ നന്ദൻ അറിയാതെ അകപ്പെടുന്നതുമാണ് എപ്പിസോഡിന്റെ ഉള്ളടക്കമായി പുറത്തു വരുന്നത്. അടുത്ത എപ്പിസോഡുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്.